ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ചെല്ലുന്നിടത്തെല്ലാം രാഹുലിന് തിരിച്ചടി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഭാരത് ജോഡോയുമായി രാഹുൽ നടക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി തകർന്നടിയുകയാണ്. അല്ലെങ്കിലും രാഹുൽ ഏത് പരിപാടി അവതരിപ്പിച്ചാലും വിജയിച്ച ചരിത്രമില്ലല്ലോ. ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ഗുജറാത്തിലെത്തിയ രാഹുലിനെ കാത്തിരുന്നതും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ഗുജറാത്തിൽ രാഹുലിനെ വരവേറ്റത് ജനങ്ങളുടെയും ശ്രീറാം സേനയുടെയും പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസമാണ് യാത്ര സൂറത്തിലെ ബർദോലിയിൽ എത്തിയത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. സന്ദർശന വേളയിൽ ഹിന്ദു സംഘടനയായ ശ്രീറാം സേന പ്രവർത്തകർ ജയ് ശ്രീറാം വിളി മുഴക്കി. പ്രതിഷേധത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗം റദ്ദാക്കുകയും യോഗം നടത്താതെ ബർദോളിയിൽ നിന്ന് വൈരയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇന്നലെ രാവിലെ രാഹുൽ തന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ സ്വരാജ് ആശ്രമം സന്ദർശിച്ചിരുന്നു. ഇവിടെ നിന്നും മടങ്ങുമ്പോഴാണ് പ്രതിഷേധം ഉയർന്നത്. വഴിയിൽ നാട്ടുകാരും ശ്രീറാം സേന പ്രവർത്തകരും ജയ് ശ്രീറാം മുഴക്കി. ഈ സമയത്ത് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം കേട്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്ന ചില കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി. ഇവർ മുദ്രാവാക്യ വിളികളുമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തി തടയാൻ ശ്രമിച്ചു. ഇരുവിഭാഗങ്ങളും മുഖാമുഖം വന്നതോടെ അന്തരീക്ഷം സംഘർഷഭരിതമായി. ചെറിയ തോതിൽ സംഘർഷം ഉണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനിടെ ബർദോളിയിൽ ഒരു പൊതുയോഗം വെച്ചിരുന്നു. എന്നാൽ എതിർപ്പുയർന്നതോടെ ഈ യോഗം പെട്ടെന്ന് റദ്ദാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വൈരയിലേക്ക് തിരിച്ചുപോയത്. എന്തായാലും ഭാരത് ജോഡോ യാത്ര എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം രാഹുലിന് തിരിച്ചടിയാണ്. ഇനി തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധി എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.